വെൽക്കം ബാക്ക്. താങ്ക് യു ഫോർ വാച്ചിങ് പാർട്ട് 1. വീഡിയോ വളരെ നന്നായി മുന്നോട്ട് പോകുന്നു. ദയവായി എല്ലാവരും ആ വീഡിയോ നന്നായി ഷെയർ ചെയ്യുക. ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോൾ തുടങ്ങണം, ഏതാണ് നല്ലത്, എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്നതിനെക്കുറിച്ച് ഇന്ന് നമുക്ക് കൂടുതൽ അറിയാം. ഒപ്പം വളരെ ഇൻഫർമേറ്റീവായ ഇൻസ്പയറിംഗ് ആയ ഒരു ക്ലോസിംഗ് മെസ്സേജ് കൂടിയുണ്ട്. വീഡിയോ അവസാനം വരെ കാണാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് കണ്ടു തുടങ്ങാം. നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ്. ഇന്ന് വരെ ഒന്നും സേവിങ് ഇല്ല, എന്തെങ്കിലും തുടങ്ങണം, എന്താ ചെയ്യുക, എവിടെയാ തുടങ്ങുക? ഈ വിഷമമുണ്ടെങ്കിൽ കയ്യിൽ ഒറ്റത്തവണ 1000 രൂപ മിച്ചം വയ്ക്കൂ. എന്നിട്ട് നേരെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിലേക്ക് പോയി ഇത് തുടങ്ങൂ. പിന്നെ പൈസ കിട്ടുമ്പോഴൊക്കെ മറക്കാതെ മടിക്കാതെ ഒരു 100 രൂപ, 200 രൂപ, 500 രൂപയൊക്കെ ആഡ് ചെയ്യൂ. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഞാനും എന്തോ ചെയ്തു തുടങ്ങി എന്ന ബോധം നൽകുന്ന അഭിമാനം. താങ്കളുടെ നല്ല നാളെ ഇവിടെ തുടങ്ങാം. റെഡിയല്ലേ? എ ജേർണി ഓഫ് 1000 മൈൽസ് ബിഗിൻസ് വിത്ത് എ സിംഗിൾ സ്റ്റെപ്പ്. ഇപ്പോൾ 7.7% ഫിക്സഡ് റിട്ടേൺ, അതായത് ബാങ്ക് ഫിക്സഡ് ഡിപ്പോസിറ്റിലും കൂടുതൽ. 0 റിസ്ക്, 5 വർഷ കാലാവധി. 5 വർഷം കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും പുതുക്കാം. ഒരു വലിയ ഗുണം, നിക്ഷേപിക്കുന്ന പൈസ 5 വർഷത്തേക്ക് നമുക്ക് തൊടാൻ പറ്റില്ല. അവിടെ കിടക്കട്ടെ, വളരട്ടെ. 1000 രൂപ 5 കൊല്ലം കൊണ്ട് 1500 രൂപയോളം ആവും. അതെ, നല്ല ഒരു തുടക്കമാണ് നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ്. പ്രായപൂർത്തിയായവർക്കൊപ്പം പ്രായപൂർത്തിയാകാത്തവർക്കും ഒരു ജോയിൻ്റ് അക്കൗണ്ടായി NSE വാങ്ങാം. ഒരാൾക്ക് വാങ്ങാൻ കഴിയുന്ന പരമാവധി NSEകളുടെ എണ്ണത്തിന് പരിധിയില്ല. പ്രതിവർഷം 1,50,000 രൂപ വരെയുള്ള നിക്ഷേപങ്ങൾക്ക് നികുതി ഇളവും ലഭിക്കും. പലിശ വാർഷികാടിസ്ഥാനത്തിലാണ് കണക്കാക്കുന്നത്. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലീസ്, പ്രവാസി ഇന്ത്യക്കാർ എന്നിവരൊഴികെ ആർക്കും NSE സേവിങ്സ് പ്ലാനിൽ നിക്ഷേപിക്കാം. പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം. പ്രതിമാസം പലിശ കിട്ടുന്ന ഒരു സേവിങ്സ് പ്ലാനാണിത്. നിക്ഷേപിച്ച പണം കാലാവധി പൂർത്തിയാകുന്നതുവരെ പൂർണ്ണമായും സുരക്ഷിതമാണ്. മെച്യൂരിറ്റി എത്തുമ്പോൾ നമുക്കൊന്നുകിൽ തുക പിൻവലിക്കാം, അല്ലെങ്കിൽ സ്കീമിൽ വീണ്ടും നിക്ഷേപിക്കാം. ഒറ്റ അക്കൗണ്ടിൽ 1000 രൂപ മുതൽ 9 ലക്ഷം രൂപ വരെയും ജോയിന്റ് അക്കൗണ്ടിൽ 15 ലക്ഷം വരെയും നിക്ഷേപിക്കാം. ഇപ്പോൾ 7.4% പലിശ നിരക്ക് നേടാം. പ്രതിമാസ സ്ഥിര വരുമാനം കിട്ടും. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? 5 വർഷ കാലയളവിൽ 1 ലക്ഷം രൂപയുടെ നിക്ഷേപം നടത്തുന്നു എന്ന് കരുതുക. വാർഷിക പലിശ നിരക്ക് 7.4%. പ്രതിമാസ വരുമാനം 617 രൂപ. കൂടാതെ സ്കീം കാലാവധി അവസാനിക്കുമ്പോൾ നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കും. ഈ പ്ലാനിലെ വരുമാനം ബാങ്ക് നിക്ഷേപ പദ്ധതികളെക്കാൾ കൂടുതലാണ്, എന്നാൽ നികുതി വിധേയമായിരിക്കും. 10 വയസ്സിന് മുകളിലുള്ള കുട്ടികളുടെ പേരിലും 18 വയസ്സിന് മുകളിലുള്ള ആർക്കും ഈ അക്കൗണ്ട് തുറക്കാം. പ്രായപൂർത്തിയാകാത്തവർക്ക് ഈ സേവിങ്സ് പ്ലാനിനായി നിക്ഷേപിക്കുന്ന തുക 3 ലക്ഷം രൂപയിൽ കൂടരുത്. നോമിനിയെ നാമനിർദ്ദേശം ചെയ്യാം. ഒരു പുതിയ സ്ഥലത്തേക്ക് മാറുകയാണെങ്കിൽ അധിക ചെലവുകളില്ലാതെ മുഴുവൻ നിക്ഷേപത്തുകയും മറ്റൊരു പോസ്റ്റ് ഓഫീസിലേക്ക് മാറ്റാവുന്നതുമാണ്. പ്രധാനമന്ത്രി ജൻ-ധൻ യോജന. 2014 ഇന്ത്യൻ സർക്കാർ ആരംഭിച്ച ഈ സേവിങ്സ് സ്കീം ഇന്ത്യയിൽ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത സാധാരണക്കാരായ വ്യക്തികൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. പണമടയ്ക്കൽ, ബാങ്കിംഗ്, പെൻഷൻ, ഇൻഷുറൻസ് തുടങ്ങിയ സാമ്പത്തിക സേവനങ്ങൾ ആക്സസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചെലവ് കുറഞ്ഞ പരിഹാരങ്ങൾ പ്രധാനമന്ത്രി ജൻ-ധൻ യോജന വാഗ്ദാനം ചെയ്യുന്നു. അക്കൗണ്ട് ഉടമകൾക്ക് 30,000 രൂപയുടെ ലൈഫ് ഇൻഷുറൻസ്, 1 ലക്ഷം രൂപയുടെ ആക്സിഡന്റ് ഇൻഷുറൻസ് അർഹതയുണ്ട്. എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അക്കൗണ്ട് ഉടമയ്ക്ക് 5,000 രൂപ വരെ ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളുടെ ബാങ്ക് വഴി ഇതിൽ ജോയിൻ ചെയ്യാം. പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട്. സുരക്ഷ, വരുമാനം, നികുതി ലാഭിക്കൽ എന്നിവ കാരണം ഏറ്റവും ജനപ്രിയമായ ദീർഘകാല സേവിംഗ് കം ഇൻവെസ്റ്റ്മെന്റ് ഉൽപ്പന്നങ്ങളിൽ ഒന്നാണിത്. മാസം 500 രൂപ മുതൽ പരമാവധി 1.5 ലക്ഷം രൂപ വരെ പ്രതിവർഷം നിക്ഷേപിക്കാവുന്ന ഈ പദ്ധതി ടാക്സ് ഫ്രീ റിട്ടേണുകളും ലോങ് ടേം വെൽത്ത് ക്രിയേഷനുമാണ് നിങ്ങൾ ലക്ഷ്യമിടുന്നതെങ്കിൽ മികച്ച ചോയ്സ് ആയിരിക്കും. നിക്ഷേപത്തിന് 15 വർഷത്തെ ലോക്കിൻ കാലയളവുണ്ട്. അതിനു മുമ്പ് ഫണ്ടുകൾ പൂർണ്ണമായും പിൻവലിക്കാൻ കഴിയില്ല. അതിനാൽ ഫിക്സഡ് റിട്ടേണിനൊപ്പം ഫ്ലെക്സിബിലിറ്റിയും ലിക്വിഡിറ്റിയും വേണമെങ്കിൽ FD ആവും നല്ലത്. പക്ഷേ FD ടാക്സ് ഫ്രീ അല്ല.
ലോക്ക്-ഇൻ പീരിയഡ് അവസാനിച്ചതിന് ശേഷം ഒരു നിക്ഷേപകന് 5 വർഷം വീതം വീണ്ടും കാലാവധി നീട്ടാൻ സാധിക്കും. 3 വർഷം കഴിഞ്ഞാൽ ലോൺ എടുക്കാം. കേന്ദ്ര ഗവൺമെന്റാണ് പലിശ നിശ്ചയിക്കുന്നത്. ഇപ്പോൾ 7.1%. സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിലാണ് പലിശ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത്. മാക്സിമം ബെനിഫിറ്റ് കിട്ടാൻ എല്ലാ മാസവും 5-ന് മുമ്പായി നിക്ഷേപിക്കുക. നിങ്ങളുടെ ബാങ്കിലോ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിലോ ഒരു PPF തുറക്കാവുന്നതാണ്. 1000 രൂപ 7.1% നിരക്കിൽ 15 വർഷത്തേക്ക് മൊത്തം 1,80,000 രൂപ നിക്ഷേപിക്കുമ്പോൾ കിട്ടുക 3,25,000 രൂപ. റിക്കറിംഗ് ഡെപ്പോസിറ്റ്സ്. ദീർഘകാല അല്ലെങ്കിൽ ഹ്രസ്വകാല സമ്പാദ്യം സൃഷ്ടിക്കുന്നതിന് പ്രതിമാസ വരുമാനം നന്നായി ഉപയോഗിക്കാൻ പറ്റിയ നല്ല മാർഗമാണ് RD. ബാങ്കുകൾ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് പോലുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിങ്ങളുടെ RD അക്കൗണ്ട് എല്ലാ മാസവും വെറും 100 രൂപയുണ്ടെങ്കിൽ പോലും തുടങ്ങാം. നോക്കേണ്ട ഒരേ ഒരു കാര്യം, എല്ലാ മാസവും പറഞ്ഞ സമയത്ത് പൈസ അടച്ചുകൊണ്ടിരിക്കണം. ചെറിയ വരുമാനമുള്ളവർക്ക് പോലും എന്തെങ്കിലും മിച്ചം പിടിക്കാൻ സാധിക്കുന്ന ഒന്നാണ് RD. 6% പലിശ കിട്ടും. 6 മാസം മുതൽ 10 വർഷം വരെയുള്ള ഫ്ലെക്സിബിൾ കാലാവധി ഓപ്ഷനുകളിൽ ഇത് അവൈലബിൾ ആണ്. സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം. റിട്ടയർമെന്റ് സമയത്ത് വ്യക്തികൾ തങ്ങളുടെ പണം ഇക്വിറ്റികളിൽ നിക്ഷേപിക്കാൻ മടിക്കുന്നു. കാരണം ഹൈ റിസ്ക്. ഈ പ്ലാൻ നിക്ഷേപകന് ഉയർന്ന സുരക്ഷയും സ്ഥിര വരുമാനവും വാഗ്ദാനം ചെയ്യുന്ന നികുതി ലാഭിക്കാവുന്ന ഒരു FD ആണ്. ഇതിൻ്റെ പലിശ നിരക്ക് 8.2%. സേവിങ്സ്, ഫിക്സഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ടുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വളരെ ഉയർന്ന വരുമാനമാണ്. ഇന്ത്യയിലുടനീളമുള്ള പോസ്റ്റ് ഓഫീസുകളിലൂടെയും അംഗീകൃത ബാങ്കുകൾ വഴിയും ഈ സ്കീം ലഭ്യമാണ്. നിക്ഷേപകർക്കുള്ള യോഗ്യത കുറഞ്ഞത് 60 വയസ്സ് പ്രായമായിരിക്കണം. വോളണ്ടറി റിട്ടയർമെന്റ് സ്കീം അല്ലെങ്കിൽ സൂപ്പർ ആനുവേഷൻ തിരഞ്ഞെടുത്ത 55-നും 60-നും ഇടയിൽ പ്രായമുള്ള വ്യക്തികൾക്കും നിക്ഷേപിക്കാം. എന്നിരുന്നാലും റിട്ടയർമെന്റിന്റെ ആനുകൂല്യങ്ങൾ ലഭിച്ച് 1 മാസത്തിനുള്ളിൽ നിക്ഷേപം നടത്തണം. 50 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള വിരമിച്ച സൈനികർക്കും നിക്ഷേപം നടത്താൻ അനുമതിയുണ്ട്. എന്നാൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലികൾക്കും NRIകൾക്കും ഈ സേവിങ്സ് പ്ലാൻ വാങ്ങാൻ കഴിയില്ല. നിക്ഷേപിക്കാവുന്ന പരമാവധി തുക 30 ലക്ഷം രൂപയാണ്. ഒന്നുകിൽ ഒറ്റ അക്കൗണ്ടിലൂടെയോ ജോയിന്റ് അക്കൗണ്ടിലൂടെയോ ജോയിൻ ചെയ്യാം. ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഘടകം, സ്കീമിൽ നിക്ഷേപിക്കുന്ന തുക റിട്ടയർമെന്റിൽ ലഭിക്കുന്ന പണത്തേക്കാൾ കൂടുതലായിരിക്കരുത്. തുറക്കാവുന്ന പരമാവധി അക്കൗണ്ടുകളുടെ എണ്ണത്തിന് പരിധിയില്ല. എന്നിരുന്നാലും എല്ലാ അക്കൗണ്ടുകളിലും കൂടിയുള്ള ആകത്തുക സൂചിപ്പിച്ചിരിക്കുന്ന പരമാവധി പരിധിയിൽ കവിയരുത്. കാലാവധി പൂർത്തിയായാൽ 3 വർഷത്തേക്ക് കൂടി നീട്ടാവുന്നതാണ്. ടാക്സ് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. പരമാവധി 5 വർഷമാണെങ്കിലും പിഴയോടെ പ്രിമേച്വർ ക്ലോസിംഗ് അനുവദനീയമാണ്. എന്നാൽ നിക്ഷേപകൻ മരിച്ചാൽ അക്കൗണ്ട് നേരത്തെ അടച്ചതിന് പിഴയുണ്ടാകില്ല. ഇന്ത്യൻ ഗവൺമെന്റ് സ്പോൺസർ ചെയ്യുന്ന പദ്ധതിയായതിനാൽ ഈ സേവിങ്സ് പ്ലാൻ സുരക്ഷിതവും വിശ്വസനീയവുമാണ്. നോമിനേഷൻ ഫെസിലിറ്റി അവൈലബിൾ ആണ്. സ്മാർട്ട് ഡെപ്പോസിറ്റ് സ്കീംസ്. സേവിങ്സ് അക്കൗണ്ടിൽ നിങ്ങളുടെ പണം വെറുതെ കിടക്കുന്നുണ്ടോ? ലെറ്റ് മണി മേക്ക് മണി. ഈ പൈസ ഒരു സ്മാർട്ട് ഡെപ്പോസിറ്റിൽ എല്ലാ മാസവും നിക്ഷേപിക്കാം. മികച്ച വരുമാനം ഉണ്ടാക്കാം. 90 ദിവസത്തിൽ കൂടാത്ത കാലാവധിയുള്ള സെക്യൂരിറ്റികളിൽ നിക്ഷേപിക്കുന്ന ലിക്വിഡ് ഫണ്ടുകളാണ് സ്മാർട്ട് ഡെപ്പോസിറ്റ് സ്കീമുകൾ. സാധാരണ ബാങ്ക് സേവിങ്സ് അക്കൗണ്ടുകൾക്കുള്ള ബദലുകളാണ് അവ. സേവിങ്സ് അക്കൗണ്ടുകളെക്കാൾ ഉയർന്ന പലിശ നിരക്ക് വാഗ്ദാനം ചെയ്യുന്നു. സ്മാർട്ട് ഡെപ്പോസിറ്റുകളുടെ ചില ഗുണങ്ങൾ: ഹൈ ലിക്വിഡിറ്റി, ലോ റിസ്ക്, നോ ലോക്ക്-ഇൻ പീരിയഡ്, നോ എൻട്രി എക്സിറ്റ് ലോട്ട്, വെരി ലോ ആനുവൽ ഫീ, ഇമ്മീഡിയറ്റ് വിഡ്രോവൽ. നിങ്ങളുടെ ബാങ്കിൽ അന്വേഷിക്കുക. എല്ലാ ബാങ്കും ഈ ഫെസിലിറ്റി നൽകുന്നു എന്നാണ് അറിവ്. സുകന്യ സമൃദ്ധി യോജന. പെൺമക്കളുണ്ടോ? ജനിച്ച ഉടൻ നിക്ഷേപം തുടങ്ങും. അല്ലെങ്കിൽ വേഗം തുടങ്ങും. 1 വർഷം 1.5 ലക്ഷം വീതം നിക്ഷേപിച്ചാൽ 21 വർഷം കൊണ്ട് 22.5 ലക്ഷം നിക്ഷേപം. കിട്ടുന്നതോ 67 ലക്ഷം. കല്യാണമാകട്ടെ വിദ്യാഭ്യാസമാകട്ടെ ഇനി മുതൽ സുരക്ഷിതമാക്കാം. 10 വയസ്സ് വരെ പ്രായമുള്ള പെൺകുട്ടികളുടെ പേരിൽ മാത്രം തുടങ്ങാവുന്ന ഈ സമ്പാദ്യ പദ്ധതി അവരുടെ സാമ്പത്തിക ഭാവി സുരക്ഷിതമാക്കാൻ സാധാരണക്കാരായ മാതാപിതാക്കൾ നന്നായി ഉപയോഗിക്കേണ്ട ഒന്നാണ്. മറ്റ് സേവിങ്സ് സ്കീമിനെ അപേക്ഷിച്ച് സുകന്യ സമൃദ്ധി യോജന ഏറ്റവും ഉയർന്ന വാർഷിക പലിശയായ 8% നൽകുന്നു. ഇന്ത്യയിലെ ഏത് പോസ്റ്റ് ഓഫീസിലോ അംഗീകൃത ബാങ്കിലോ ഒരാൾക്ക് SSY അക്കൗണ്ട് തുറക്കാം. ഒരു വ്യക്തിക്ക് ഏറ്റവും കുറഞ്ഞത് 250 രൂപയിൽ അക്കൗണ്ട് തുടങ്ങാം.
പിന്നെ 50 രൂപ മുതൽ എപ്പോൾ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഒരു സാമ്പത്തിക വർഷത്തിൽ പരമാവധി 1.5 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം. സ്കീമിൻ്റെ മെച്യൂരിറ്റി കാലാവധി ഇഷ്യൂ ചെയ്ത തീയതി മുതൽ 21 വർഷമാണ്. അക്കൗണ്ട് ഉടമയ്ക്ക് മൊത്തം 15 വർഷം വരെ അക്കൗണ്ടിലേക്ക് സംഭാവന നൽകാം. യൂണിറ്റ് ലിങ്ക് ഇൻഷുറൻസ് പ്ലാൻ. യൂലിപ്സ് അല്ലെങ്കിൽ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനുകൾ ഒരൊറ്റ ഉൽപ്പന്നത്തിൽ 2 ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ സഹായിക്കുന്നു: നിക്ഷേപവും ഇൻഷുറൻസും. ഇത് ഒരു ലൈഫ് കവർ നൽകുകയും ഓഹരി വിപണി, ഡെറ്റ് ഫണ്ടുകൾ അല്ലെങ്കിൽ രണ്ടിൻ്റെയും നേട്ടങ്ങൾ കൊയ്യാൻ അനുവദിക്കുകയും ചെയ്യുന്നു. യൂലിപ്പിൽ നിക്ഷേപിക്കുന്നതിൻ്റെ പ്രധാന ഗുണദോഷങ്ങൾ പറയാം. ഗുണം: യൂലിപ്പിൽ ചാർജുകൾ ഉയർന്നതും അത് ഇക്വിറ്റികളിൽ നിക്ഷേപിക്കുന്നതും കണക്കിലെടുക്കുമ്പോൾ ഒരു യൂലിപ്പ് പ്രോഡക്റ്റ് വിപണിയുടെ നേട്ടങ്ങൾ ലഭിക്കുന്നതിന് ദീർഘകാലത്തേക്ക് ഹോൾഡ് ചെയ്യണം. ഇതിനർത്ഥം ഭാവിയിൽ ഒരു വീട് വാങ്ങുക, വിവാഹം, കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം, റിട്ടയർമെൻറ്റ് പോലുള്ള ദീർഘകാല ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ മാത്രം പരിഗണിക്കേണ്ട ഒരു ഉൽപ്പന്നമാണ് യൂലിപ്പ്. പല പ്ലാനുകൾക്കും 5 വർഷം ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്. ഇൻസ്റ്റാൾമെൻ്റായി പൈസ അടയ്ക്കാൻ സാധിക്കുമെന്നതിനാൽ മാസവരുമാനക്കാർക്ക് യോജിച്ച പദ്ധതിയാണ്. സ്വിച്ചിങ് ഓപ്ഷൻ അവൈലബിൾ ആണ്. യൂലിപ്പിൽ നടത്തിയ നിക്ഷേപത്തിന് ടാക്സ് ഇല്ല, എന്നാൽ മാച്യൂരിറ്റി ഇൻകം ടാക്സബിൾ ആണ്. ദോഷങ്ങൾ: നിങ്ങൾ ഒരു ലൈഫ് ഇൻഷുറൻസും മ്യൂച്വൽ ഫണ്ട് പ്ലാനും വെവ്വേറെ വാങ്ങുകയാണെങ്കിൽ ഈ 2 ഉൽപ്പന്നങ്ങളുടെയും യഥാർത്ഥ നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത യൂലിപ്പിനേക്കാൾ കൂടുതലാണ്. സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയതിനാൽ യൂലിപ്പ് നല്ല വരുമാനം നേടിയേക്കാം, എന്നാൽ ഉയർന്ന ചാർജുകളുടെ സാന്നിധ്യം ചില സമയങ്ങളിൽ ആദായത്തിൽ ദോഷം വരുത്തും. യൂലിപ്പുകളുടെ റിട്ടേൺ വളരെ അൺസ്റ്റേബിൾ ആണ്, കാരണം അത് സ്റ്റോക്ക് മാർക്കറ്റ് വഴിയാണ് പൈസ ഉണ്ടാക്കുന്നത്. ഇൻവെസ്റ്റ് ഇൻ US സ്റ്റോക്സ് ഫ്രം ഇന്ത്യ. താങ്കൾ ജോഗ്രഫിക്കൽ ഡൈവേഴ്സിഫിക്കേഷൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ? എങ്കിൽ US സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തു തുടങ്ങാം. വളരെ സിമ്പിളായി ചെയ്യാവുന്ന ഇതിനെ ആദ്യം താഴെ പറയുന്ന ഒരു ഇന്ത്യൻ ബ്രോക്കറുമായി ചേർന്ന് ഒരു ഫോറിൻ ട്രേഡിംഗ് അക്കൗണ്ട് തുറക്കുക. ഈ സൗകര്യം വാഗ്ദാനം ചെയ്യുന്ന ഇന്ത്യൻ ബ്രോക്കർമാർക്ക് US സ്റ്റോക്ക് ബ്രോക്കർമാരുമായി ടൈപ്പ് ഉണ്ട്. US സ്റ്റോക്ക് മാർക്കറ്റ് നമ്മുടെ മാർക്കറ്റിനേക്കാൾ കുറേ കൂടി സ്റ്റേബിളാണ്. മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ പല കമ്പനികളും ഇപ്പോഴും അമേരിക്കയിലാണ്. ഏറ്റവും അട്രാക്റ്റീവായ കാര്യം 15,000 രൂപ വിലയുള്ള ഒരു സ്റ്റോക്ക്, ഉദാഹരണം ആപ്പിൾ കമ്പനിയുടെ ഒരു സ്റ്റോക്ക്, നിങ്ങൾക്ക് 15,000 രൂപ ഒറ്റയടിക്ക് കൊടുക്കാതെ പാർഷ്യൽ സ്റ്റോക്കായി വാങ്ങി പതുക്കെ കൂട്ടാം. പല വഴികളുണ്ടെങ്കിലും ഒരു മൊബൈൽ അല്ലെങ്കിൽ പേഴ്സണൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഈസിയായി ചെയ്യാൻ ഗ്രോ, IND മണി ഇവ വളരെ നല്ലതാണ്. ഞാൻ IND മണിയാണ് ഉപയോഗിക്കുന്നത്. വിൽക്കുന്ന സമയം IND മണി 1 പൈസയും ചാർജ് ചെയ്യുന്നില്ല. എന്നാൽ ഓരോ ട്രാൻസാക്ഷനും $5 അവരുടെ US ബ്രോക്കർ എടുക്കുന്നുണ്ട്. സാധാരണ എല്ലായിടത്തും ഇത് $35. എന്നാലും ഒരു സജഷൻ: തീരെ അറിവും കഴിവും കുറഞ്ഞവർ ഇതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കരുത്. കാരണം ജസ്റ്റ് ഇൻ കേസ് ഒരു ഇഷ്യൂ വന്നാൽ IND മണിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. എനിക്ക് ആദ്യം വേണ്ടി വന്നു, അതുകൊണ്ടാണ് പറഞ്ഞത്. ഈ 19 എണ്ണം കൂടാതെ മറ്റു പല വഴികളുമുണ്ട്. കൂടുതൽ അറിയാൻ ഈ സൈറ്റിൽ കൂടി ഒന്ന് നോക്കിക്കൊള്ളൂ. ബോണസ് ടിപ്പ്: ആരോഗ്യ സഞ്ജീവനി ഹെൽത്ത് ഇൻഷുറൻസ്. വീണ്ടും പറയട്ടെ, ഇപ്പോഴും പലർക്കും തലയിൽ കയറാത്ത, അതിനാൽ അവഗണിക്കുന്ന, നാളെ നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതിനപ്പുറം നിങ്ങളുടെ നടുവൊടിക്കാൻ കരുത്തുള്ള രോഗം, ആക്സിഡൻറ്റ് എന്നീ പ്രശ്നങ്ങളെ നന്നായി ഹാൻഡിൽ ചെയ്യാൻ 100% മറക്കാതെ മടിക്കാതെ ചെയ്യേണ്ട മുൻകരുതലാണ് ഹെൽത്ത് ഇൻഷുറൻസ് വിത്ത് ആക്സിഡൻറ്റ് പ്രൊട്ടക്ഷൻ. ഭാരത സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപകൽപ്പന ചെയ്ത ആരോഗ്യ ഇൻഷുറൻസ് പോളിസിയാണ് ആഷി. എല്ലാ മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനികളിലും ആരോഗ്യ സഞ്ജീവനി എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്ന ഈ പോളിസി സാധാരണക്കാരുടെ സാമ്പത്തിക സ്ഥിതിക്ക് യോജിച്ച രീതിയിൽ 3 മാസം പ്രായമായ കുഞ്ഞുങ്ങൾ മുതൽ 65 വയസ്സ് വരെയുള്ള ആർക്കും ചേരാവുന്ന രീതിയിൽ മാതാപിതാക്കളടക്കം എല്ലാവർക്കും കൂടി എടുക്കാവുന്ന കമ്പൈൻഡ് പോളിസിയാണ്. കുട്ടികൾക്ക് 25 വയസ്സ് വരെ പേരൻസിൻ്റെ പോളിസിയിൽ തുടരാം. സാധാരണക്കാരുടെ നടുവൊടിക്കുന്ന ആശുപത്രി ചെലവ്, ഭീമമായ ഇൻഷുറൻസ് പ്രീമിയം എന്നീ ഭാരം കവർ ചെയ്യാൻ പറ്റിയ 50,000 രൂപ മുതൽ 20 ലക്ഷം വരെയുള്ള പോക്കറ്റ് ഫ്രണ്ട്ലി പോളിസികൾ കിട്ടും. ഹോസ്പിറ്റലൈസേഷൻ, പ്രീ ഹോസ്പിറ്റലൈസേഷൻ ചെലവുകൾ ഇതിൽ ഉൾക്കൊള്ളുന്നു.
നിങ്ങളുടെ നിലവിലെ ഇൻഷുറൻസ് കമ്പനിയുടെ സേവനങ്ങളിൽ നിങ്ങൾ തൃപ്തനല്ലെങ്കിൽ നിങ്ങളുടെ പോളിസി ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റുന്നത് അല്ലെങ്കിൽ പോർട്ടിംഗ് എളുപ്പമാണ്. ജീവിതകാലം മുഴുവൻ പുതുക്കാവുന്ന ഒരു പോളിസിയാണിത്. ഡേ കെയർ, അലോപ്പതി ഇതര ചികിത്സകൾ, ആയുർവേദം, സിദ്ധ, യുനാനി, ഹോമിയോപ്പതി മുതലായവ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇതിൻ്റെ ഒരു ദോഷം, ഈ പോളിസിക്ക് 5% കോ പേയ്മെൻ്റ് ഉണ്ട്. ഇതിനർത്ഥം ഇൻഷുർ ചെയ്തയാൾ ക്ലെയിം തുകയുടെ 5% വഹിക്കുകയും ബാക്കി 95% ഇൻഷുറർ നൽകുകയും ചെയ്യും. എനിക്കറിയാവുന്നിടത്തോളം സ്റ്റാർ ഹെൽത്തിന് മാത്രം 60-നും 65-നും ഇടയിൽ പ്രായമുള്ള ഒരാൾ പോളിസി എടുക്കുമ്പോൾ 5% കോ പേയ്മെൻ്റ് ഉള്ളൂ. മറ്റുള്ളവർക്കത് 10%. നന്നായി അന്വേഷിക്കുക. ചില കമ്പനികൾ ക്വാർട്ടർലി, ഹാഫ് ഇയർലി പേയ്മെൻ്റ് ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അതിന് 2 മുതൽ 3% വരെ സർചാർജ് ഉണ്ട്. ഒപ്പം ഓൺലൈനായി മാത്രമേ അത് ചെയ്യാനും സാധിക്കൂ. വിളിച്ചോർമ്മിപ്പിക്കാൻ ഏജൻ്റ് ഇല്ലാത്തതിനാൽ കറക്റ്റ് സമയത്തിന് നോക്കി ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ പോളിസി ലാപ്സാവും എന്ന് സാരം. 2 അഡൽട്സ് 2 കുട്ടികളുള്ള ഒരു കുടുംബത്തിന് ഇൻഡിവിജ്വലി ഓർ കളക്റ്റീവ്ലി 3 ലക്ഷം വരെ ക്ലെയിം ചെയ്യാവുന്ന ഒരു പോളിസി 12,000 രൂപയ്ക്ക് താഴെ എടുക്കാൻ സാധിക്കും. അതായത് 1000 രൂപ ഒരു മാസം മാറ്റിവെക്കുക. പ്രായം കൂടുന്തോറും പ്രീമിയം കൂടും. അതിനാൽ ചെറിയ പ്രായത്തിൽ ചെയ്തു തുടങ്ങുക. അഫോർഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ എനിക്ക് നന്നായി തോന്നുന്ന ഒരു പോളിസിയാണ് സ്റ്റാർ ഹെൽത്തിൻ്റെ അഷ്വർ. 5 ലക്ഷം മുതൽ തുടങ്ങുന്ന ഈ പോളിസി ഐസ് ട്രീറ്റ്മെൻറ്റ്, റൂം, ബോർഡിംഗ് ആൻഡ് നഴ്സിംഗ് എക്സ്പെൻസസ്, ആംബുലൻസ് ചാർജ്, പ്രീ ഹോസ്പിറ്റലൈസേഷൻ, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ, പേരൻസ് ഇൻക്ലൂഷൻ അടക്കം എല്ലാം ഒരു പരിധിവരെ നന്നായി കവർ ചെയ്യും. നന്നായി ചോദിച്ചു മനസ്സിലാക്കി മാത്രം വാങ്ങുക. എൻ്റെ 2 റിക്വസ്റ്റ്: 1, മെഡിക്കൽ ഇൻഷുറൻസ് 100% എടുക്കുക. ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കി വയ്ക്കുക. ലോൺ ഉണ്ടെങ്കിൽ, 2 വീലർ യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ, കുടുംബത്തിലെ ഏണിംഗ് മെമ്പർ ആണെങ്കിൽ, നിങ്ങളുടെ അഭാവം കുടുംബത്തിന് ബാധ്യതയാവും എന്നറിയാമെങ്കിൽ നിങ്ങളുടെ പേരിൽ ഒരു നല്ല ടേം ഇൻഷുറൻസ് കൂടി എടുക്കുക. സാധിക്കുമെങ്കിൽ ചെറിയ പൈസ മുടക്കി വീട് കൂടി ഇൻഷുർ ചെയ്യുക. കഴിയുന്നത്ര സുരക്ഷിതമായി ജീവിക്കുക. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു, നല്ല ഒരു വീഡിയോ. അതിൽ പറഞ്ഞത്, നമ്മൾ വെറും 60 കിലോമീറ്റർ വേഗത്തിൽ ഒരു വണ്ടി ഓടിക്കുമ്പോൾ 1 മിനിറ്റിൽ 1 കിലോമീറ്റർ, അതായത് 1000 മീറ്റർ ഓടും. എന്ന് വെച്ചാൽ 1 സെക്കൻഡിൽ 16 മീറ്റർ ദൂരം വണ്ടി നീങ്ങും എന്നാണ്. ആക്സിലറേറ്ററിൽ നിന്നും ബ്രേക്കിലേക്ക് കാല് മാറ്റാൻ 1 സെക്കൻഡ് എടുത്താൽ പോലും വണ്ടി അതിനോടകം 16 മീറ്റർ നീങ്ങും എന്നർത്ഥം. ആ 16 മീറ്ററിനുള്ളിൽ സ്കൂൾ വിട്ടു വരുന്ന ഒരു കുഞ്ഞ്, പച്ചക്കറി വാങ്ങാൻ ഇറങ്ങിയ ഒരു വീട്ടമ്മ, ജോലി കഴിഞ്ഞ് മടങ്ങുന്ന ഒരു കുടുംബത്തിൻ്റെ ഏക ആശ്രയം, ചിലപ്പോൾ ഒരു കുടുംബം മൊത്തം വന്നുപെട്ട് പോകാം, ഇല്ലേ? പിന്നെ ഒരു ജന്മം മുഴുവൻ സ്വയം കുറ്റബോധത്തോടെ ജീവിക്കാതിരിക്കാൻ ആ 16 മീറ്ററിനെ ബഹുമാനിക്കുക. ആ 1 സെക്കൻഡിനെ ബഹുമാനിക്കുക. സൂക്ഷിച്ചു വണ്ടി ഓടിക്കുക. താങ്ക് യു വെരി മച്ച്.